ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് അതിഗംഭീരമായ ഒരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം തലപതി വിജയുടെ അവസാനത്തെ സിനിമ. തലപതി വിജയ് പറയാൻ പാടില്ല, പക്ഷേ നമുക്കിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. സിനിമയിൽ അദ്ദേഹം തലപതി തന്നെയാണ്. ഇപ്പോൾ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ ആയെങ്കിലും ആ തലപതി വിജയുടെ അവസാനത്തെ ലാസ്റ്റ് ഡാൻസ് നമ്മുടെ ജനനായകൻ അവസാനം റിലീസ് ചെയ്ത് വന്നു. കുറേ ജനുവരിയിൽ ഇത് റിലീസ് ചെയ്യേണ്ടതായിരുന്നു, പൊങ്കലിനെ ആ ഒരു സമയത്ത്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. കാരണം കുറച്ച് പ്രശ്നങ്ങൾ കാരണം സെൻസർ ബോർഡും വരുന്ന വലിയൊരു പ്രശ്നം, പിന്നെ അതിന് കട്ട് ചെയ്യുന്ന പ്രശ്നം, അങ്ങനെ എന്തൊക്കെയോ അൺവാണ്ടഡ് റീസണുമായിട്ടേക്ക് ഇവർ നിർത്തിച്ചു. കാരണം മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് ആയിരുന്നു. ഈ ഒരു സിനിമ വന്നാൽ തമിഴ്നാട് പൊളിറ്റിക്സിലൊക്കെ മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും, അതുകൊണ്ട് വിജയ്ക്ക് അത് പോസിബിൾ ആവും എന്നൊക്കെയാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ആ മാറ്റങ്ങളൊക്കെ വന്നു. കാരണം ഈ പടം അപ്പോഴത്തേക്ക് ലീക്കായുകയും അതിനുശേഷം എന്തായി, ലീക്കായ കോപ്പി ആരെല്ലാം കണ്ടവരൊക്കെ തന്നെ മൗത്ത് പബ്ലിസിറ്റി പോലെ ജനനായകനെ കുറിച്ച് മാത്രം ആ ടി വിക്ക് എന്താണെന്നൊക്കെ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, ആ ടി വിക്ക് എൻ്റെ ശരിക്കൊരു പബ്ലിസിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അവരും ഇത് വേണ്ടെന്ന് വെച്ച്. അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തു അവർക്ക് തന്നെ, ഈ വേണ്ടെന്ന് വെച്ചവർക്ക്. അതായത് സിനിമ അവസാനം വരാൻ പോവുകയാണ്. അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചു, ഇപ്പോൾ CM ആയി. അപ്പോൾ അത് ഇനി ഈ സിനിമ ഹോൾഡ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരാൻ പോകുന്നത് ഒറിജിനൽ കോപ്പിയാണെന്ന് പറയുന്നു, ഒറിജിനൽ കോപ്പിയല്ല കട്ട് കോപ്പിയാണെന്നും പറയുന്നുണ്ട്. വാട്ടെവർ, ഞങ്ങൾക്ക് ലാസ്റ്റ് ഡാൻസ് വിജയിൽ കാണണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു പ്രിൻറ്റ് അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നവർ കേട്ടറിവുണ്ട്, പക്ഷെ കണ്ടില്ല. എന്തായാലും നമുക്ക് ലാസ്റ്റ് വിജയുടെ ഒരു സിനിമ തിയേറ്ററിൽ കാണണം. അതിനുവേണ്ടി അന്നും മുറക്കമൊക്കെ ഒഴിച്ച് കാത്തിരുന്നു, പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അതിനൊക്കെ കുഴപ്പമില്ല. ഈ വരുന്ന ജൂലൈ 23 ഈ സിനിമ കണ്ട് വേൾഡ് വൈഡ് റിലീസാവും. നഷ്ടം ലാഭം അതൊന്നുമല്ല കാര്യം. ലാസ്റ്റ് ഡാൻസ് നമുക്ക് കാണണം. അതും നല്ല വിനോദിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് പൊളിറ്റിക്കലി അദ്ദേഹം വലിയ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കണ്ണിങ്ങോടുകൂടി പറയുന്നൊരു വ്യക്തിയും കൂടിയാണ്. കാരണം ഐ എം വെരി ബിലീവ് ടു ഹിം. അദ്ദേഹത്തിൻ്റെ സൂപ്പറായിട്ടുള്ള കുറേ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കിടുക്കാച്ചി മൂവി തന്നെയായിരിക്കും ഇതും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ഒരു മെഗ മ്യൂസിക്കൽ എന്താ പറയുക ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ്രൻറ്റ് അത് നമുക്കിതിൽ കാണാൻ പറ്റും. അത് നമ്മുടെ സ്വന്തം മലയാളി കുട്ടിയായിട്ടുള്ള മമിത ബൈജു ഉണ്ട്. മമിത ബൈജുവും കൂടി ഇതിൽ അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ടാണോ മകളായിട്ടാണോ ഇങ്ങനെയൊക്കെയോ ആയിട്ട് ഈ സിനിമയിലുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര കട്ട ഒരു റിലേഷനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നായികയല്ല, അനിയത്തി കുട്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വില്ലൻ ആസ് യൂഷ്വൽ ബോബി എന്നാണല്ലേ ആ ഹിന്ദി നടനായിട്ടുള്ള അദ്ദേഹമാണ്. പിന്നെ ഇതിൽ പ്രിയാമണി ഉള്ളതെന്ന് പോസ്റ്ററിൽ കണ്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടാവട്ടെ. എന്നാലും നമുക്ക് പോസിബിളായിട്ട് അറിയേണ്ടത് ഈ സിനിമയിൽ എങ്ങനെ ഈ സിനിമ വരുന്നു, എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കം, ഇൻട്രൊഡക്ഷൻ സോങ്, പിന്നെ അതിനുശേഷം അടി ഇടി കുത്ത് വെട്ട് റൊമാൻസ്, പിന്നെ അതിനുശേഷം നമ്മുടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അറിയാനുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. എന്തായാലും ഇന്ന് 15 ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനിയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ തിയേറ്ററിലേക്ക് വരികയും വിജയുടെ ലാസ്റ്റ് ഡാൻസ് കാണാൻ പ്രേക്ഷകരും ആരാധകർക്ക് ഇപ്പോൾ ഒന്നടങ്കം ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്കായി ഞാനും കാത്തിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു സിനിമയാവട്ടെ ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം വിജയുടെ അവസാന സിനിമ ഞാൻ വിചാരിച്ചത് ഈ ഇലക്ഷനിലൊക്കെ പൊട്ടി അവസാനം ഇദ്ദേഹം സിനിമയ്ക്ക് എൻ്റെ വരുമെന്ന് വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ, വി ഡോണ്ട് ഹാവ് എനി ചാൻസ്, വി ആർ നോട്ട് deserve him again ബാക്ക് ടു മൂവീസ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം ഒരു കാലത്ത് വരുന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ കാത്തിരിപ്പ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അല്ലേ കാണാൻ ആഗ്രഹിച്ചൊരു സിനിമ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആങ്സൈറ്റി കൂടുതലാണ്. എന്താണ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇത് ഇങ്ങനെ ഒരു തെലുങ്ക് പടത്തിൻ്റെ കോപ്പിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് വരെയാണ്, ബാക്കി അവിടെ സെക്കൻഡ് ഹാഫിലേക്ക് വേറൊരു രീതിയിലേക്കാണ് ഡയറക്ടർ ഇതിന് കൊണ്ടുപോയിട്ടുള്ളതെന്നും പറയുന്നു. മൊത്തം ഒരു തെലുങ്ക് ഫിലിമിൻ്റെ അല്ലെങ്കിലും ഇൻ്റർവെൽ വരെ ഇദ്ദേഹം തെലുങ്ക് പടത്തിൽ കോപ്പി തന്നെയാണെന്ന് പറയുന്നു. എന്തായാലും വാട്ടെവർ, നമുക്കത് വിഷയമില്ല, നമുക്ക് സിനിമയാണ് വേണ്ടത്. എന്നാലും ദളപതിയുടെ ലാസ്റ്റ് കച്ചേരി കാണാൻ നിങ്ങളെപ്പോലെ ഞാനും മനസ്സും എല്ലാം കൊണ്ട് പൊരുങ്ങിക്കൊണ്ട് വരികയാണ്. 23 ആവണം, ഫസ്റ്റ് ഷോ കാണണം. നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് എങ്ങനെയായിരിക്കും ഈ സിനിമയുടെ ഓരോ കാര്യങ്ങളും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും സിനിമ വരട്ടെ, സിനിമ അതിഗംഭീരമായ റിവ്യൂ കിട്ടിയിട്ട് സിനിമ പൊളിച്ച് അടുക്കട്ടെ. ആസ് യൂഷ്വൽ ഒരു നായക പരിവേഷം അല്ലാതെ തന്നെ അദ്ദേഹം വേറെ എന്തൊക്കെ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയെക്കുറിച്ചൊക്കെ മാക്സിമം പറയുന്നതാണ് ചിലവരൊക്കെ ഈ തമിഴ്നാട്ടിലുള്ളൊരു റിവ്യൂസ് അല്ല, ഈ കണ്ടവരൊക്കെ പറയുന്നത്. ഇതൊരു ഒരു നടിയൊക്കെ പറയേണ്ട ഇതിനെക്കുറിച്ചിട്ട് TV-ക്കുള്ള മൊത്തം പ്രൊമോഷനാണ്. വാട്ടെവർ, നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് സിനിമയാണ് കാണുന്നത്. സിനിമയിൽ നായകൻ സ്വന്തം പാർട്ടിയെക്കുറിച്ചോ ആരുടെ പാർട്ടിയെക്കുറിച്ചോ ആരെയൊക്കെ പറഞ്ഞാലും വി ഡോണ്ട് മൈൻഡ് ഇറ്റ്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഗൈസ് സിനിമ
വരാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ, മണിക്കൂറുകളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്ന് 15 ഇനി കുറച്ച് നാൾ. അപ്പോൾ എന്തായാലും ആ സിനിമ വരുന്നവരുന്ന് ഞാൻ നിങ്ങളെപ്പോലെ വെയിറ്റിംഗാണ്, കട്ട വെയിറ്റിംഗാണ്. ഈ ഒരു ഡാൻസ് തിയേറ്ററിൽ അങ്ങനെ പൂരപ്പുറമ്പാക്കാൻ വേണ്ടി ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. നല്ലപോലെ ഫുട്ബോളൊക്കെ കാണാൻ എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ബൈ.